കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സ്റ്റേജ് പ്രോഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആണ് നന്ദഗോവിന്ദം പോലെയുള്ള ഭജൻ ഗ്രൂപ്പുകൾ. സിനിമയിലെ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ ഭജന രൂപത്തിൽ സംഘഗാനമായി ആലപിച്ച് ഞാൻ ഉൾപ്പെടെ ഒരുപാട് സംഗീത പ്രേമികളെയും വിശ്വാസികളെയും അവർ ആരാധകരാക്കി. രാധസൻ പ്രേമത്തോടാണോ, മനോഹരി രാധേ രാധേ തുടങ്ങി അവരുടെ ഒട്ടുമിക്ക പാട്ടുകളും കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്നാൽ അടുത്തിടെയായി ഇത്തരം ഭജൻ ഗ്രൂപ്പുകളെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വശത്ത് കല എന്ന രീതിയിൽ ഇവയെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലെ പോലെ ഭജന ഗ്രൂപ്പുകൾ വഴി സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയം ഒളിച്ചു കടത്തുകയാണോ എന്ന ചിലരുടെ വിമർശനങ്ങൾ. മറുവശത്ത് അങ്ങനെ ഹിന്ദുത്വം പ്രചരിപ്പിച്ചാൽ എന്താ, ലഹരി കടിമപ്പെടുന്ന റാപ്പ് കൾച്ചറിലേക്ക് വഴുതി വീഴുന്ന ജൻസികളെ ഭക്തിയുടെ മാർഗം വഴി നേർവഴിക്ക് നയിക്കാനാകുമെന്ന ഒരു കൂട്ടരുടെ ഉപദേശവും. 1000 ഗൗരി ലക്ഷ്മിക്കും വേടനും ഫേജോയ്ക്കും അര ഭജൻസ് എന്നുള്ളതാണ് ഇത്തരം ഭജൻ ഫാൻസിന്റെ പരിഹാസം. ഒരു കൂട്ടം കലാകാരന്മാരെ പുകഴ്ത്താൻ വേണ്ടി മറ്റ് കലാകാരന്മാരെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് കലാകാരന്മാർ എന്നുള്ള നിലയിൽ ഭജൻ ഗ്രൂപ്പിലെ കലാകാരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി ഇവരെ വിമർശിക്കുന്നവരോടാണ്. ഇതുവരെയും തികച്ചും നിർദോഷമായിട്ടാണ് ഇവർ പെർഫോം ചെയ്തിട്ടുള്ളത്. മതപ്രഭാഷണങ്ങളും പരിപാടികളും ഇതിനേക്കാൾ കൂടുതൽ നടക്കുന്ന നാടാണ് നമ്മുടേത്. പച്ച മലയാളത്തിൽ സ്ത്രീ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും അന്യമത വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവർ വരെയുണ്ട്. ഇതിലൊന്നും വിമർശനം ഉയർത്താതെ സെലക്റ്റീവായി പ്രതികരിക്കുന്നത് ശരിയല്ല. പേഴ്സണലി ചോദിച്ചാൽ തുടക്കത്തിൽ ഇവരുടെ റീലുകളും മറ്റും കാണുമ്പോൾ ഇവർ അടിപൊളിയാണല്ലോ എന്ന് ഞാൻ ഓർത്തിരുന്നു. ഇപ്പോഴും ഇവരുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടം തന്നെയാണ്. എന്നാൽ കമന്റ് ബോക്സിലും മറ്റും ഇവരുടെ ആരാധകരായി ചമഞ്ഞു വരുന്ന ചിലരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ഈ അനുഗ്രഹീത കലാകാരന്മാർക്ക് പ്രത്യേക അജണ്ടകളില്ലായിരിക്കാം, പക്ഷേ ആരാധകരിൽ ചിലർക്ക് ചില പൊളിറ്റിക്കൽ അജണ്ടകൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത്തരക്കാരോടാണ് ജനാധിപത്യ രാജ്യത്ത് ആർക്കും ആരെയും വിമർശിക്കാം. ഇന്നത്തെ ഇന്ത്യയിൽ ഇത്തരം സംശയങ്ങൾ വിമർശകർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിമർശിക്കുന്നവരെല്ലാം സുഡാപ്പി, കമ്മി, ജിഹാദി, ചാപ്പ അടിക്കരുത്. നിങ്ങളെ പോലുള്ള വെട്ടുകിളി കൂട്ടം കാരണം ഈ കലാകാരന്മാരാണ് പ്രതിക്കൂട്ടിലാകുന്നത്. വിമർശകരോടാണ് ഭാവിയിൽ ഈ കലാകാരന്മാർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് എന്ന് വ്യക്തമായാൽ അന്നേരം നമുക്ക് വിമർശിക്കാം. അതുവരെ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ഈ കലാകാരന്മാരുടെ സംഗീതത്തെ ആസ്വദിക്കുകയും ചെയ്യുക. ഭക്തിഗാനം പാടുന്നതും കുറി തൊടുന്നതുമായിട്ടുള്ള എല്ലാവരും സംഗീതമല്ല. അന്യമതങ്ങളിലുള്ളവർ പോലും ഭജനകൾ ആസ്വദിക്കാറുണ്ട്. ഭക്തിയോടെ വളരെ മനോഹരമായി ഭജന പാടുന്ന ഇവരെ എന്തിനാണ് നിങ്ങൾ രണ്ടു കൂട്ടരും വിവാദത്തിലേക്ക് വലിച്ചിടുന്നത്? അവർ പാടട്ടെ, നമുക്ക് ആസ്വദിക്കാം.